ചുവരെഴുതിയ മുന്നേറ്റം മുന്നണി തമ്മിൽ പോരാട്ടം വഴിയരികിൽ വാക്കേറ്റം കുട്ടിനു വേണ്ടി നെട്ടോട്ടം ഇരു കൈകൂപ്പി ചിരിശി കാട്ടി വരുമെല്ലാരും ഇടതായാലും വലതായ രാവിലെ 7 മണി വോട്ട് രേഖപ്പെടുന്നത് ആരംഭിച്ചു. പോളിംഗ് വളരെ കനത്ത രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിക്ക ബൂത്തുകളിലും കനത്ത ക്യൂ തന്നെ അനുഭവപ്പെടുന്നു. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ആവേശം വീറ് എന്തായാലും വോട്ടെടുപ്പ് ദിവസം പ്രകടമാണ്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകൾ വോട്ടർമാരുടെ നീണ്ട നിര, 1-2 ബൂത്തുകളിലുള്ള ഈ ബൂത്തുകളിലും ഏറെയും കുറഞ്ഞും ചെറുതല്ലാത്ത വോട്ടർമാരുടെ നിര ഇപ്പോൾ തന്നെ പ്രകടമാവുന്നു. ചെറിയ പോളിംഗ് ശതമാനമേ അല്ല. മണ്ഡലത്തിൽ 2 മണിക്കൂർ കഴിയുന്നതേ ഉള്ളൂ. കനത്ത പോളിംഗിന് പോകുന്നു എന്നുള്ളതാണ്. സടകുടകണ നേതാവ് നമ്മുടെ സ്വന്തം നേതാവ് ജനനിരയുടെ പൊന്നാവ് മാറ്റിമറിക്കണ ദുരിയാവ് ചുവരെഴുതിയ മുന്നേറ്റം മുന്നണി തമ്മിൽ പോരാട്ടം വഴിയരികിൽ വാക്കേറ്റം വോട്ടിനു വേണ്ടി നെട്ടോട്ടം വേറെ വേറെ വഴിത്താര വേറെ വേറെ ഒരേ ലക്ഷ്യമാണെന്നാലും ജനഭരണം നിരത്തുന്ന വാഗ്ദാനങ്ങൾ നിലയ്ക്കാതെ ആക്രോശങ്ങൾ നടപ്പാട് വോട്ടും തേടി ദിനമേ മണ്ഡലമോ സഞ്ചലമായി മത്സരമോ സമമായി കയ്യുകളെ ഗണവോട്ടിന് പത്തരമാറ്റിലുമേറണ വീട്ടില എന്നതറിഞ്ഞിനി സമ്മതിയേകുക അറിവരുതല ചിരിശി കാട്ടി വരുമെല്ലാരും ഇടതായാലും വലതായാലും ഒരുപോലല്ലേ വരിതിന്നിട്ടോ ജനമൊന്നായി വിധിയേകുന്നു ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഫലസൂചന ആർക്കനുകൂലമായി പ്രത്യക്ഷപ്പെടുമെന്ന് അറിയാൻ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിലേക്ക് റിസൾട്ടാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. 4ാം ക്ലാസ്സിലെ റിയ മെഹറിനാണ് 63 വോട്ടുകൾ നേടി സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. റിയയ്ക്ക് അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ഡെപ്യൂട്ടി ലീഡറായിട്ട് 3ാം ക്ലാസ്സിലെ മുഹമ്മദ് ഷഹബാസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 35 വോട്ടുകൾ. മുഹമ്മദ് ഷഹബാസിനും ആശംസകൾ. ചിരിശി കാട്ടി വരുമെല്ലാരും ഇടതായാലും വലതായാലും ഒരുപോലല്ലേ വരിതിന്നിട്ടോ ജനമൊന്നായി വിധിയേകുന്നു ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. സടകുടകണ നേതാവ് നമ്മുടെ സ്വന്തം നേതാവ് ജനനിരയുടെ പൊന്നാവ് മാറ്റിമറിക്കണ ദുരിയാവ് ചുവരെഴുതിയ മുന്നേറ്റം മുന്നണി തമ്മിൽ പോരാട്ടം വഴിയരികിൽ വാക്കേറ്റം